എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രഷർ കുക്കർ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും പ്രസ്റ്റീജ് ക്ലിപ്പ് ഓൺ കുക്കറിൻ്റെ ഗുണങ്ങൾ. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. പ്രഷർ കുക്കറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് ക്ലിപ്പ് ഓൺ പ്രഷർ കുക്കർ. എൻ്റെ കയ്യിൽ ആദ്യകാലത്തെ സാധാ പ്രഷർ കുക്കർ തൊട്ട് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കുക്കർ ഉപയോഗിക്കാനാണ്. എൻ്റെ കുക്കിംഗ് വീഡിയോകളിൽ ഈ കുക്കർ കണ്ട് പലരും ഈ കുക്കറിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെയുള്ള പ്രഷർ കുക്കറുകൾക്ക് ഹാർഡ് അനഡൈസ്ഡ് പ്രഷർ കുക്കർ എന്നാണ് പറയുന്നത്. ഈ കുക്കറിൻ്റെ അടപ്പിൻ്റെ ഭാഗം സാധാരണ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കുക്കർ 5 ലിറ്ററിൻ്റേതാണ്. ഈ പ്രഷർ കുക്കറിൻ്റെ അടപ്പിൻ്റെ ഭാഗം കുറച്ച് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകും. ഈ കാണുന്നത് പ്രഷർ ഇൻഡിക്കേറ്ററാണ്. ഇത് സാധാരണ പ്രഷർ കുക്കറിൻ്റേതുപോലെയുള്ള വെയിറ്റ്. ഈ പ്രഷർ കുക്കറിൻ്റെ അടപ്പയിൽ 2 സേഫ്റ്റി വാൽവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രഷർ കുക്കറിന് സേഫ്റ്റി മറ്റുള്ള പ്രഷർ കുക്കറിനേക്കാൾ കൂടുതലാണ്. ഇതിൻ്റെ ഗ്യാസ്കറ്റ് സാധാരണ പ്രഷർ കുക്കറിൻ്റേതുപോലെ തന്നെയാണ്. ഈ കുക്കറിൻ്റെ ഈ മുകൾ ഭാഗം എല്ലായിടവും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേക പൊസിഷൻ നോക്കി ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ വേണമെങ്കിലും ലോക്ക് ചെയ്യാം. സാധാ പ്രഷർ കുക്കറിൻ്റെ അടപ്പൊക്കെ താഴെ വീണാൽ പൊട്ടിയൊന്നും പോകില്ല. ഇത് താഴെ വീണിട്ടുണ്ടെങ്കിൽ കേടാകാനും പൊട്ടിപ്പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഈ മെറ്റീരിയൽ കാണുമ്പോൾ ഫ്യൂജുറ കുക്കറിൻ്റെ ആ മെറ്റീരിയൽ തന്നെയാണെന്ന് തോന്നും. പക്ഷേ അതിനേക്കാൾ വളരെ വെയിറ്റ് കുറവാണ് ഈ മെറ്റീരിയലിന്. ഇൻഡക്ഷൻ കുക്കറിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ അടിഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കുക്കറിന് സാധാരണ കുക്കറിനില്ലാത്ത ഒരു പ്ലസ് പോയിന്റ്, ഇതിന് ഒരു സാധാരണ അടപ്പും കൂടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഈ അടപ്പിൽ അകത്ത് എക്സ്ട്രാ പ്രഷർ വരുമ്പോൾ പുറത്തേക്ക് പോകാനുള്ള ഒരു ഹോളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് കൊണ്ടുള്ള അടപ്പയിൽ ഒരു സ്പൂൺ ഹോൾഡറും കൂടെ ഉണ്ട്. സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലെ എക്സ്ട്രാ ഒരു പ്ലേറ്റും കൂടെ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഈ കുക്കറിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ബേക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ അടപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ. ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലല്ല ഇതുണ്ടാക്കിയിരിക്കുന്നത്. പ്രഷർ ഇൻഡിക്കേറ്ററിൻ്റെ അകത്തെ ഭാഗമാണ് ഇത്. കുക്കറിൻ്റെ അകത്ത് പ്രഷറായി വരുമ്പോഴേക്ക് ഈ ഇൻഡിക്കേറ്റർ മുകളിലേക്ക് പൊങ്ങി വരും. അതിനുശേഷം ഏകദേശം ഒരു 5 മിനിറ്റിനകം തന്നെ കുക്കറിൽ വിസിൽ വരും. മറ്റുള്ള കുക്കറുകളിൽ വേവിച്ചെടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ കുക്കറിൽ സാധനങ്ങൾ വേവിച്ചെടുക്കാൻ പറ്റും. ഓൺലൈനിൽ മേടിക്കുകയാണെങ്കിൽ ഇതിന് കുറച്ചും കൂടെ നമുക്ക് കടയിലേക്കാട്ടും വില കുറച്ച് കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് മേശയിലൊക്കെ കൊണ്ടുവെക്കുന്നതിനും കുഴപ്പമില്ല. ഇതിൽ നിന്ന് തന്നെ വിളമ്പി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.